ഛത്തീസ്ഗഡിൽ നിന്ന് അനൂപ് ദാസ് നമുക്കൊപ്പം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, ഇന്നലെ മുതൽ നമ്മൾ അറിഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ, പ്രധാനമന്ത്രിയുടെ ഇടപെടൽ, ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ, ഇതിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്നുള്ളതായിരുന്നു. ഇന്ന് എന്താണ് NIA കോടതിയിൽ നടന്നത്? കേസ് ഡയറി ഹാജരാക്കിയിരുന്നു. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? ഛത്തീസ്ഗഡ് സർക്കാർ പ്രോസിക്യൂഷൻ സ്വീകരിച്ച നിലപാട് എന്താണ്? നാളെ നമ്മുടെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുമോ? നാളെ പ്രതീക്ഷയുടെ ഒരു ദിവസമായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ഇന്ന് നടന്ന കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്ന് രാവിലെ 11 മണിക്കാണ് NIA കോടതിയിൽ ജാമ്യത്തിനായുള്ള അപേക്ഷ നൽകിയത്. അതിനുശേഷം ഈ ഹർജി പരിഗണിച്ച കോടതി കേസ് ഡയറി ആവശ്യപ്പെട്ടു. കേസ് ഡയറി വൈകാതെ തന്നെ എത്തിച്ചു. അതിനുശേഷം വാദം നടന്നു. ആ വാദം നടന്ന സമയത്ത് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകന് വളരെ കൃത്യമായി തെളിവുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട 2 കുറ്റങ്ങൾ, ഒന്ന് മനുഷ്യക്കടത്താണ്, രണ്ടാമത്തേത് നിർബന്ധിത മതപരിവർത്തനമാണ്. ഈ 2 കാര്യങ്ങളും തെറ്റായിട്ടാണ് ഈ കുറ്റം ചുമത്തിയത്. അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് തെളിവുകളുടെ സഹായത്തോടു കൂടി സ്ഥാപിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാത്രവുമല്ല, ഈ 2 കാര്യങ്ങളിലും എതിർപ്പ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. പ്രോസിക്യൂഷൻ ആകെ ചെയ്തത് വാദത്തിന്റെ ഏറ്റവും ഒടുവിൽ കേസ് ഇത് പ്രാരംഭഘട്ടത്തിലാണ്, അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുത് എന്ന് പറയുകയാണ്. അത് സാധാരണഗതിയിൽ ഇത്തരം കേസുകളിലൊക്കെ പറയുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു ഇടപെടൽ ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം കന്യാസ്ത്രീകൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ 11 മണിക്ക് വിധി പറയുമ്പോൾ അത് കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഒരു വിധിയായിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഥവാ നാളെ ജാമ്യം കിട്ടിയിട്ടില്ല എങ്കിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ജാമ്യത്തിനായി സമീപിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം.